ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച മുൻ MLA KK ലതിക സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. അല്ലാത്തപക്ഷം KK ലതികയെ CPM തള്ളിപ്പറയാൻ തയ്യാറാകണം. പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. KK ലതിക സ്ക്രീൻഷോട്ട് ഇന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് KK ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. യഥാർത്ഥ പ്രതികളെ ഇന്നും പിടിച്ചില്ലല്ലോ. ആ പ്രതിയെ പിടിക്കാനുള്ള ആവശ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു. ലതികയെ ഈ ഒറ്റ കാര്യം മതിയല്ലോ, ലതികയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒട്ടും വൈകരുത്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് KK ലതിക പിൻവലിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, യൂത്ത് ലീഗ് നേതാവിന് പങ്കില്ല എന്ന പോലീസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ട്, അത് വന്നതിന് പിന്നാലെ തന്നെ CPM-നുമേൽ വലിയ രീതിയിലുള്ള വിമർശനം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടതാണ്. ഇപ്പോൾ ഈ KK ലതിക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആ ആരോപണത്തിന് മൂർച്ച കൂടുകയും ചെയ്യുന്നു. എന്താണ് UDF ക്യാമ്പിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം? CPM-ന്റെ പ്രതിരോധം എങ്ങനെയാണ് മിഥില? റിജിത്തെ, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് CPM വ്യക്തമാക്കിയിട്ടില്ല. ഇന്നത്തെ സംഭവം എന്നത് KK ലതിക ഈ പോസ്റ്റ് പിൻവലിച്ചു, മാത്രമല്ല ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത്. ആ പോലീസ് റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ല, മുഹമ്മദ് കാസിമിന്റെ ഫോണിൽ നിന്നല്ല ഇത്തരമൊരു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയം ഒന്നുകൂടി ശക്തമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. KK ലതിക ഒപ്പം തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും അല്ലെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് KK ലതികയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായത്. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കുന്നു, ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുന്നു. ഇത് ലതിക കുറ്റം ചെയ്തതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം ചെയ്തത് എന്ന ഒരു കാര്യമാണ് ഇന്ന് ഇപ്പോൾ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞിട്ടുള്ളത്. തെറ്റ് ചെയ്തു എന്നതിന്റെ തെളിവാണ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചതിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KK ലതിക സമൂഹത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാകണം. പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണം എന്ന ഒരു ആവശ്യമാണ് DCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ അതേ കാര്യം ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. KK ലതിക ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകൾ, അഡ്മിനുകൾ, അവർക്കെതിരെ എല്ലാം തന്നെ നടപടി ഉണ്ടാവണം, അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പോലീസിന്റെ അന്വേഷണം നിലവിൽ നിഷ്ക്രിയമായാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം, ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും നിലവിൽ കോൺഗ്രസും UDF-ഉം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾ ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പോലീസ് വ്യക്തമാക്കുന്നത് എന്താണ്? ശ്യാംകുമാർ. ശ്രീജിത്ത്, ഈ കേസിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇന്ന് രാവിലെയാണ് മലയാളികൾക്ക് നേരെ കോയമ്പത്തൂർ സേലം ദേശീയപാതയിൽ വെച്ചുണ്ടായ ഈ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികളെ 4 പേരെ അറസ്റ്റ് ചെയ്തത്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. അതിൽ ഒരാൾ സൈനികനാണ്. വിഷ്ണു എന്ന് പറയുന്ന സൈനികൻ മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. കുഴൽപ്പണം കടത്തുന്ന സംഘമാണ് എന്ന് കരുതിയാണ് ഇവരെ ഈ അക്രമികൾ വാഹനങ്ങളിലെത്തി തടഞ്ഞു നിർത്തുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് മധുക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ കേരളത്തിൽ കുന്നത്തനാട് പോലീസിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ യുവാക്കളോട് അതിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച പോലീസുകാർക്കെതിരായിട്ടാണ് എറണാകുളം റൂറൽ SP ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളത്ത് റൂറൽ DYSPക്കാണ് അന്വേഷണ ചുമതല. ഏതായാലും ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മധുക്കര പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, S ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കേസ്, അതിൽ 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ ചർച്ചയാകുന്നു. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ EVM ബ്ലാക്ക് ബോക്സ് ആണെന്നും പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. EVM ഉപയോഗിക്കണമെന്ന വാശിക്ക് കാരണം BJP വ്യക്തമാക്കണമെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. ഇന്ത്യയിലെ EVMകൾ സുരക്ഷിതമാണ് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം,
ഇലോൺ മസ്കിന്റെ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടുതലായി പുറത്തു വരുന്നു. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ ചർച്ചകൾക്കത് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന പ്രതികരണങ്ങൾ, ബൽറാം? റീജിത്ത്, US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVM അട്ടിമറി നടന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് EVMകൾ മനുഷ്യരാലോ AI സാങ്കേതിക വിദ്യയാലോ ഹാക്ക് ചെയ്യൽ സാധ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം നിർത്തണം എന്നുമുള്ള ഒരു പ്രതികരണം ഇലോൺ മസ്ക് സമൂഹ മാധ്യമമായ എക്സിലൂടെ നടത്തിയത്. ഈ വിഷയത്തിൽ ഇലോൺ മസ്കും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് സമൂഹ മാധ്യമത്തിൽ വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൂന്നാം തലമുറ EVMകൾ ഒരു തരത്തിലും അട്ടിമറി നടത്താൻ സാധ്യമല്ല എന്നും അത് സ്റ്റാൻഡ് അലോൺ സാങ്കേതിക വിദ്യയാണ് എന്നും പുറമേ നിന്നുള്ള യാതൊരു ഉപകരണങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുമുള്ള പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. അതുകൊണ്ട് തന്നെ EVMകൾ സംബന്ധിച്ച് ഇലോൺ മസ്കിന് അത് ക്ലാസ് എടുക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം മറുപടി നൽകി. എന്നാൽ ഇത് ഇലോൺ മസ്ക് നടത്തിയത് ഒരു സാമാന്യവൽക്കരണം മാത്രമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. എന്നാൽ അട്ടിമറി സാധ്യമാണ് എന്ന മറുപടി നൽകി ഇലോൺ മസ്ക്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായം പറയാൻ അർഹതയുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിലേത് സാധ്യമല്ല എന്ന മറുപടി രാജീവ് ചന്ദ്രശേഖർ നൽകുകയായിരുന്നു. എന്നാൽ ഇലോൺ മസ്കിനെ പിന്തുണച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അഖിലേഷ് യാദവും രംഗത്തെത്തിയിരിക്കുന്നത്. അഖിലേഷ് യാദവ് ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ സാങ്കേതിക വിദഗ്ധർ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJP EVMകൾക്ക് വേണ്ടി ഇത്തരത്തിൽ നിർബന്ധം പിടിക്കുന്നത് എന്നും രാജ്യത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ബാലറ്റ് പേപ്പറിൽ നടത്തണമെന്ന ആവശ്യമാണ് അഖിലേഷ് യാദവ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന് ആവർത്തിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ആരോപണങ്ങൾ തുടർന്നുള്ള വലിയ വിവാദം, അതിനൊക്കെ പിന്നാലെ റീടെസ്റ്റിന് കളമൊരുങ്ങിയിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ആദ്യമായാണ് ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം കേന്ദ്രം സമ്മതിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ക്രമക്കേട്, ഏത് സ്വഭാവത്തിലുള്ളത് എന്നൊന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുമില്ല. ഇതിന്റെ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും ഇത്? റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏത് തരത്തിലുള്ള ക്രമക്കേട് സ്വഭാവം എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായത്, അതോടൊപ്പം തന്നെ ഏത് കേന്ദ്രങ്ങളിലുള്ള ക്രമക്കേട് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു പ്രതികരണത്തിലാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 2 ഇടങ്ങളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി NTA ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, നേരത്തെ അടക്കം കേന്ദ്രമന്ത്രി സ്വീകരിച്ച നിലപാട് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. ക്രമക്കേട് ആവർത്തിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കേന്ദ്രമന്ത്രി തയ്യാറായില്ല. ഇതാദ്യമായാണ്, ഈ പ്രതിഷേധമെല്ലാം തുടരുമ്പോൾ ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രി ഇത്തരമൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ഇപ്പോഴും രംഗത്തുണ്ട്. പല വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുള്ളപ്പോഴാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇത്തരമൊരു സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നും ചോദ്യമാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അതിൽ ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നാടൻ തോക്കുമായി 3 പേർ പിടിയിൽ. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിൽ. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വിശദാംശങ്ങൾ എന്താണ് അഭിജിത്ത്? TK ബാലുശ്ശേരി കാഞ്ഞിക്കാവ് മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ദുരൂഹ സാഹചര്യത്തിൽ, സംശയാസ്പദമായ സാഹചര്യത്തിൽ 3 പേരെ നാട്ടുകാർ കാണുന്നത്. തുടർന്ന് നാട്ടുകാർ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ബാലുശ്ശേരി പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് നാടൻ തോക്കുകൾ കണ്ടെത്തിയത്. ഈ നാടൻ തോക്കുകൾക്കൊപ്പം തന്നെ ഒരു തിരയും 3 ടോർച്ചുകളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ ഒരു പ്രാഥമികമായ സംശയം ഇവർ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വന്നതാണ് എന്നുള്ളതാണ്. ഏതായാലും ഇവരെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. TK. ശരി, അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ മിനിലോറി മരത്തിലിടിച്ച അപകടം എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ മിനി ലോറി മരത്തിലിടിച്ച അപകടം. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, എങ്ങനെയാണ് ഈ അപകടം? പരിക്കേറ്റയാളുടെ ആരോഗ്യനില, ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അഭിജിത്ത്. ടിക്കെ, ഈ പിക്കപ്പ് ലോറിയുടെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. നിലവിൽ അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് മുക്കം റോഡിലെ മണാശ്ശേരി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. വാഴക്കുല കയറ്റി വന്നിരുന്ന മിനി പിക്കപ്പ് ലോറി മരത്തിന് ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോറി അതിനുശേഷം മറിയുകയും ചെയ്തു. ഈ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ ലോറി ഡ്രൈവറെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ അപകടം നടന്ന സ്ഥലത്ത് അല്പസമയം ഒരു ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പിന്നീട് ഈ ലോറി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ഗതാഗത കുരുക്ക് അല്ലെങ്കിൽ ആ ഗതാഗത തടസ്സം മാറ്റുകയും ചെയ്തു. ടിക്കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് 24 പുറത്തുവിട്ട കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിൽ സൈനികൻ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. മലയാളി യുവാക്കളെ ആക്രമിച്ച കേസിൽ മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെ 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഞെട്ടിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ അതിൽ 4 പേർ കസ്റ്റഡിയിലാവുന്നു. ഇനിയും ആളുകൾ പിടിയിലാവാനുണ്ട്. പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെ, ശ്യാംകുമാർ? റിജിത്ത്, ഈ കേസിൽ പിടിയിലായ പ്രധാന മുഖ്യപ്രതികളിൽ ഒരാൾ സൈനികനാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മദ്രാസ് റെജിമെന്റിൽ സൈനികനായി ജോലി ചെയ്യുന്ന വിഷ്ണു, ഇയാൾ ചിറ്റൂർ സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ ജൂൺ 4-നാണ് അവധിക്ക് വന്നത്. തുടർന്ന് ജോലി സ്ഥലത്ത് പിന്നീട് അവധി കഴിഞ്ഞ് ഹാജരായിട്ടില്ല. ഇതിനിടയിലാണ് ഈ കേസിൽ പ്രതിയാകുന്നത്. കുഴൽപ്പണം കടത്തുന്ന സംഘങ്ങളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം കവർന്നാൽ വലിയ തുക കിട്ടുമെന്നതിനാലാണ് ഇവരോടൊപ്പം ഈ സൈനികനും ചേർന്നതെന്നുള്ളതാണ് വിവരം. ഈ കേസിൽ 4 പേരെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 വാഹനങ്ങളും പാലക്കാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുമാണ്. ഇത് 2 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഹൈവേ കേന്ദ്രീകരിച്ച് നിരന്തരമായി വാഹനങ്ങൾക്ക് നേരെ മുട്ടയെറിഞ്ഞും മറ്റും രാത്രിയിൽ മോഷണം നടത്തിയിരുന്നതും ഇതേ സംഘം തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിനാൽ തന്നെ പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടാകാം. നിലവിൽ ആക്രമിക്കപ്പെട്ട യുവാക്കളുടെ വാഹനം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം അവരോട് സ്റ്റേഷനിൽ ഹാജരാകാനും പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേസിൽ അറസ്റ്റിലായതിൽ ഒരാൾ സൈനികനാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. മറ്റു പ്രതികൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ ഇടിച്ച് കടന്നു കളഞ്ഞ കേസിലെ പ്രതി കസ്റ്റഡിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പരിക്കേറ്റ ഗ്രേഡ് SI ചികിത്സയിലാണ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, 19-കാരനാണ് വാഹനം ഓടിച്ചത്. പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ പരിക്കേറ്റ SIയുടെ ആരോഗ്യനില, അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ എങ്ങനെ നിഖിൽ? റിജിത്ത, പരിക്കേറ്റ SI ഇപ്പോഴും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പട്ടാമ്പിയിൽ വെച്ചാണ് ഈ കേസിലെ മുഖ്യപ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ വാഹനം ഇടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെ കുറിച്ചും അലൻ മൊഴി നൽകിയിട്ടുണ്ട്. അജീഷിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് വെച്ച് യുവാക്കൾ കാർ ഉപയോഗിച്ച് SIയെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത്. ഇവർ ഈ അന്വേഷണ സംഘം SI ഇവർക്ക് അരികിലേക്ക് വരുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് വാഹനം എടുത്ത് കടന്നു കളയാൻ ശ്രമിക്കുമ്പോഴാണ് പുറകോട്ടെടുക്കുമ്പോൾ അദ്ദേഹത്തെ ഈ കാർ ഇടിക്കുകയും എന്നാൽ ഇടിച്ചു എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയും വാഹനം നിർത്താതെ ഈ യുവാക്കൾ കടന്നു കളയുകയും ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഈ അലന്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് അലൻ പിടിയിലാകുന്നത്. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പോളോ ഫോക്സ്വാഗൺ കാറ്. SIയെ ഇടിച്ചിട്ട ശേഷം കാർ അമിത വേഗതയിൽ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിന് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞതും. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തു. തുമ്പ സ്റ്റേഷനിലെ സീനിയർ CPO അൻസിൽ അസീസ് ആണ് പ്രതി. ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്,
ഇയാൾ ഇന്നലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും ഷഫീ? രജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്. മാത്രവുമല്ല, അൻസിലാണ് വ്യാജ പാസ്പോർട്ടുകൾ നിർമ്മിക്കാൻ ഒത്താശ ചെയ്തതെന്നുള്ള കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇയാൾ മുൻപ് 1 വർഷം പാസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്ത കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്കടക്കം പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇയാളെ കൂടി വ്യാജ പാസ്പോർട്ട് കേസിൽ അൻസലിനെ കൂടി സീനിയർ CPO ആയിട്ടുള്ള അൻസലിനെ കൂടി വ്യാജ പാസ്പോർട്ട് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാൾ എന്നുള്ളതാണ്. മാത്രവുമല്ല, മറ്റ് 2 പേരെ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. മുഴുവൻ ഈ വ്യാജ പാസ്പോർട്ട് കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള എണ്ണം 6 മാറുകയും ചെയ്തു. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട, അതായത് സംഘത്തിലെ പ്രധാനി എന്ന് കരുതുന്ന 2 പേരെ കുറിച്ചുകൂടി അന്വേഷണത്തിന് ഒടുവിൽ അൻസിലിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഉടൻ തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വൈപ്പിനിൽ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുന്നു. മുഖ്യപ്രതിയടക്കം 2 പേരെയാണ് ഗോവയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, വിശദാംശങ്ങൾ എന്താണ് വിനീത? വൈപ്പിനിലെ വനിതാ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതി അടക്കമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗോവയിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പിടികൂടുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന 2 സ്ത്രീ ഈ പോലീസ് അവരെ പിടികൂടുന്നതിനിടയിൽ ഓടി രക്ഷപ്പെട്ടുവെന്നും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ശരി, വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കി പൈനാവിൽ മരുമകൻ ഭാര്യാമാതാവിനെ കൊല്ലാൻ ശ്രമിച്ചത് ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്ക് കഴിഞ്ഞ ദിവസമാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. ഭാര്യ പ്രിൻസി വിദേശത്തേക്ക് പോയതും സന്തോഷിനെ പ്രകോപിപ്പിച്ചെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. ഇത് കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഇതിലെ പ്രതിയുടെ ഭാര്യയെ വിദേശത്ത് ജോലിക്ക് അയച്ചിട്ടുള്ള വിരോധം മൂലം ജൂൺ 5-ന് ഈ പ്രതി ഭാര്യ വീട്ടുകാരുടെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കുകയും കൊല്ലാനുള്ള ദേഷ്യത്തോട് ഇൻറ്റൻഷനോട് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പേരിൽ നമ്മൾ 307 വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അതിനെ തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ വൈരാഗ്യം സംബന്ധിച്ച്, ഈ ആക്രമണത്തിനുള്ള കാരണം സംബന്ധിച്ചൊക്കെ കൂടുതലായി വിശദീകരിക്കുന്നുണ്ട് പോലീസ് അന്വേഷണ സംഘം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ രാഹുൽ? ഭാര്യ വിദേശത്തേക്ക് പോയത് സന്തോഷിന്റെ അനുമതിയോട് കൂടി ആയിരുന്നില്ല, അല്ലെങ്കിൽ അനുവാദത്തോടു കൂടി ആയിരുന്നില്ല. അതാണ് ഈ സന്തോഷിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസിനോട് സന്തോഷ് പറയുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വിദേശത്തെത്തിയതിനു ശേഷം സന്തോഷുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്നതിന് വേണ്ടി അന്നക്കുട്ടി, അതായത് ഭാര്യ മാതാവ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ മാതാവുമായി നിരന്തരം കലഹിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരിസമാപ്തി എന്നോണമാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് സന്തോഷ് പോയത് എന്നുള്ളതാണ് ഒരു മൊഴി പോലെ പറയുക. രാഹുൽ വിജയനിലേക്ക് എത്തുന്നതിന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കി പൈനാവിൽ മരുമകൻ ഭാര്യാമാതാവിനെ കൊല്ലാൻ ശ്രമിച്ചത് ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിലാണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്. ഇനി സ്പോൺസേർഡ് പരിപാടിയാണ്. നാം മുന്നോട്ട് കാണാം. നമസ്കാരം.